കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി അല്പസമയം നമുക്ക് ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സബ്ജക്റ്റ് പ്ലസ് നീഡിൻറ്റ് പ്ലസ് ഡു. ഈ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുൻപ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം 5 സെക്കൻഡിനുള്ളിൽ പറയട്ടെ. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. നീഡ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വീഡിയോ ഫുൾ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം പല കൊച്ചു കൊച്ചു കാര്യങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് നീഡ് എന്ന വേർഡ്. അത് നൗൺ ആണ്, അത് ഓക്സിലറി വെർബാണ്, അത് വെർബാണ്. 3 സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ 3 സെന്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് വായിക്കാം. There is an urgent need for qualified teachers. There is an urgent need for qualified teachers. ഈ സെന്റൻസിൽ നീഡ് എന്നത് നൗൺ ആണ്. ആവശ്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ സെന്റൻസിൽ നീഡിന്റെ അർത്ഥം ആവശ്യം എന്നാണ്, അതിവിടെ നൗൺ ആണ്. There is an urgent need for qualified teachers. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ You don't need to do it. You don't need to do it എന്ന സെന്റൻസിൽ ഡു എന്ന ഓക്സിലറിന് ശേഷമാണ് നമ്മൾ നീഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നീഡ് വെർബാണ്. മൂന്നാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ യു നീഡിൻറ്റ് ഡു ഇറ്റ്. ഈ സെന്റൻസിൽ നീഡിനെ നമ്മൾ നെഗറ്റീവ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മോഡൽ ഓക്സിലറി വെർബാണ്. അപ്പോൾ നൗൺ, വെർബ്, മോഡൽ ഓക്സിലറി വെർബ്, ഈ 3 രീതിയിലാണ് നമുക്ക് നീഡ് ഉപയോഗിക്കാൻ സാധിക്കാം. ഓരോന്നും കൃത്യമായിട്ട് നമുക്ക് നോക്കാം, മീനിങ് മനസ്സിലാക്കാം. ബുക്സ് മേടിച്ചിട്ടുള്ളവർ ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം അതിൽ ഗ്രാമർ ഐഡിയ കൃത്യമായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം തന്നെ നൗൺ ഉപയോഗിച്ചിട്ടുള്ള ആ സെന്റൻസ് നമുക്കൊന്ന് മീനിങ് മനസ്സിലാക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് സെന്റൻസ് ആണ്. There is an urgent need for qualified teachers. ക്വാളിഫൈഡ് ടീച്ചേഴ്സിന് അർജന്റായിട്ട് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There is an urgent need. അർജന്റായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ആരെ? ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. ആ സെന്റൻസ് സിമ്പിളാണ്. നമുക്ക് അടുത്ത 2 സെന്റൻസിലേക്ക് പോവാം. നീഡ് എന്ന വെർബ് ഉപയോഗിച്ചും നീഡ് എന്ന മോഡൽ ഓക്സിലറി ഉപയോഗിച്ചും ഉള്ള 2 സെന്റൻസുകൾ, പക്ഷെ സെയിം മീനിങ് ആണ് ഈ 2 സെന്റൻസിനുള്ളത്. അപ്പോൾ അതാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ യു നീഡ് ഇൻ ഡു ഇറ്റ്. നീ അത് ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീഡ് എന്ന നെഗറ്റീവ്, നീഡ് മോഡൽ ഓക്സിലറി ആണ്, അത് നെഗറ്റീവ് ആക്കി നീഡിൻറ്റ്. യു നീഡ് ഇൻ ഡു ഇറ്റ്. നീ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ സ്വാഭാവികമായ ഒരു സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ് നമുക്ക് പോസിറ്റീവ് സെൻസ് ആക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റും. അങ്ങനെയെല്ലാം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നീഡിൻറ്റ് എന്ന ഈ ഒരു സെന്റൻസ് മാത്രം നമുക്ക് പോസിറ്റീവ് ആക്കാനോ ക്വസ്റ്റ്യൻ ആക്കാനോ സാധിക്കില്ല. കാരണം നീഡ് നെഗറ്റീവായി മാത്രമേ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നീഡിൻറ്റ് എന്നൊരു ഫോമേ ഉള്ളൂ, നീഡില്ല. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് നീഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കില്ല. നീഡിൻറ്റ് എന്ന നെഗറ്റീവ് ഫോം മാത്രമാണ് മോഡൽ ഓക്സിലറി ആയിട്ട് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നീഡ് അത് വെർബാണ്. നമുക്കത് കാണാൻ സാധിക്കും. ഈ സെന്റൻസിലെ ഓക്സിലറി വെർബ് ഡു ആണ്. അപ്പോൾ നീ അത് ചെയ്യേണ്ട കാര്യമില്ല. യു ഡോണ്ട് നീഡ് ടു ഡു ഇറ്റ്. ഇത് പോസിറ്റീവ് സെൻസ് ആക്കുമ്പോൾ യു നീഡ് ടു ഡു ഇറ്റ്. യു നീഡ് ടു ഡു ഇറ്റ് എന്ന ആ സെന്റൻസിലെ നീഡ് മോഡൽ ഓക്സിലറി അല്ല, അത് വെറും നീഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ സ്വാഭാവികമായും ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഫോമായിട്ട് വരേണ്ടതും ഈ ഒന്നാമത്തെ സെന്റൻസ് ആണ്. ഡു ഐ നീഡ് ടു ഡു ഇറ്റ്? ഞാൻ ചെയ്യേണ്ടതുണ്ടോ? യെസ്, യു നീഡ് ടു ഡു ഇറ്റ്. നോ, യു ഡോണ്ട് നീഡ് ടു ഡു ഇറ്റ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ യെസ് ആൻസർ നോ ആൻസർ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. യു ഡോണ്ട് നീഡ് ടു ഡു ഇറ്റ് എന്ന് പറയുന്നതും യു നീഡ് ഇൻ ഡു ഇറ്റ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നീഡ് എന്ന വേർഡിന്റെ കൃത്യമായ ഉപയോഗം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഡു ഐ നീഡ് ടു ഡു ഇറ്റ്? ഞാൻ അത് ചെയ്യേണ്ടതുണ്ടോ, ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നീഡ് ഉപയോഗിക്കുന്നത്. ഡു ഐ നീഡ് ടു ഡു ഇറ്റ്? ഈ ഒരു ചോദ്യമേ ഉള്ളൂ. യെസ്, യു നീഡ് ടു ഡു ഇറ്റ്. നീ ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിന് പകരം മോഡൽ ഓക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇത്
മോഡൽ ഓക്സ് വെർബ് അല്ല, ഇത് ഓക്സ് വെർബ് ആണ്. സോറി, ഇത് വെർബാണ്, മോഡൽ ഓക്സ് വെർബ് അല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം മോഡൽ ഓക്സ് വെർബ് ആണെങ്കിൽ അതിനുശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോമോ അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോമോ ഉപയോഗിക്കണം. അങ്ങനെ ഒന്നും കൂടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് അറിയാം ഡു ഒരു വെർബാണ്, നീഡ് ഒരു വെർബാണ്. ഈ രണ്ട് വെർബുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളവിടെ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ നീഡ് വെർബാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രൂഫ് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നീഡ് എന്നത് ഓക്സ് വെർബ് ആണെങ്കിൽ അതിന് ശേഷം നമുക്ക് വെർബിന്റെ ഫസ്റ്റ് ഫോം വരണം, അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം വരണം. അതും ഇല്ല ഇവിടെ. അപ്പോൾ ഇത് നീഡ് വെർബാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, യെസ്, ആൻസർ ഇതിലൊക്കെ നമ്മൾ വെർബാണ് ഉപയോഗിക്കേണ്ടത്. നോ ആൻസർ പറയുമ്പോൾ യു ഡോണ്ട് നീഡ് ടു ഡു ഇറ്റ്, യു നീഡിൻ ഡു ഇറ്റ്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് വെർബ് വെച്ചിട്ടുള്ള ഓപ്ഷനാണ്. ഏറ്റവും അവസാനത്തെ സെന്റൻസ് മോഡൽ ഓക്സ് വെർബ് വെച്ചിട്ടുള്ള ഓപ്ഷനാണ്. ഇത് രണ്ടിനും സെയിം മീനിങ് ആണ്. എന്ത് ചോദ്യമാണെങ്കിലും നമുക്ക് ആൻസർ പറയുന്ന സമയത്ത് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. രണ്ടിനും സെയിം മീനിങ് ആണ്. അപ്പോൾ ഓക്സ് വെർബ് വെച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ മോഡൽ ഓക്സ് വെർബ് വെച്ച് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ വെർബ് വെച്ച് ചോദിക്കുമ്പോൾ മോഡൽ ഓക്സ് വെർബ് വെച്ച് പറയാൻ പറ്റുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. സെയിം മീനിങ് ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. കൺഫ്യൂഷൻസ് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയും കുറേ സെന്റൻസുകൾ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി അത് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയട്ടെ. ഓൾറെഡി നമ്മളിത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 പ്ലേലിസ്റ്റുകളിലേക്കാണ്. നമുക്കത് കാണാൻ സാധിക്കും. 5 ന്യൂ വേർഡ്സ് ഡെയിലി, 1 മിനിറ്റ് ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം, ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്, എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ ഏത് വീഡിയോസാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം 5 ന്യൂ വേർഡ്സ് ഡെയിലി, അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷനാണ്. അതായത് 3000 വാക്കുകൾ വേണം. ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് 3000 വാക്കുകൾ വേണം. അപ്പം അത് നമ്മൾ ഒരു ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിച്ചെടുക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നാണ്. അപ്പോൾ അത് ഒന്നും മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 1 മിനിറ്റ് ഗ്രാമർ എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക കുറച്ചുകൂടി അഡ്വാൻസ് ആയ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യം ഓർഡർ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ബുക്സ് നിങ്ങൾ പരമാവധി മേടിക്കാൻ നോക്കണം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 550 രൂപ മാത്രമേ ചിലവ് വരുള്ളൂ. അത് മേടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് 4ാമത്തെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് പഠിക്കുകയാണ്. മാക്സിമം ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗ്രാമർ കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഏതാണോ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണേണ്ടത്. എല്ലാ വീഡിയോസും കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ കൂടുതൽ കാണേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പം നമ്മുടെ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം തൊട്ട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. യു നീഡിൻറ്റ് കം ഹിയർ ടുമാറോ, നാളെ നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. സെയിം മീനിങ് ആണ് അടുത്ത സെന്റൻസിനും. യു ഡോണ്ട് നീഡ് ടു കം ഹിയർ ടുമാറോ. അപ്പോൾ യു ഡോണ്ട് നീഡ് ടു കം ഹിയർ ടുമാറോ ഇത് വെർബാണ്. യു നീഡിൻറ്റ് കം ഹിയർ ടുമാറോ അവിടെ അത് മോഡൽ ഓക്സ് വെർബ് ആണ്. തിയറി, പ്രാക്ടീസ്, ആപ്ലിക്കേഷൻ ഇതാണ് നമ്മുടെ മെത്തേഡ്. നമ്മൾ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തിയറി മനസ്സിലാക്കുന്നു, ഉറക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേണം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ. അപ്പോൾ തിയറി കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ലഭിക്കില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ലഭിക്കുകയുള്ളൂ. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. കാരണം അപ്ലിക്കേഷൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കില്ല. അപ്പോൾ അത് എങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
വീഡിയോ ഫുള്ള് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓരോ സെൻറ്റൻസ് നമ്മൾ പഠിക്കുമ്പോഴും അതെങ്ങനെ റിയൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞു തരാണ്. നമ്മളൊരു ഷോപ്പിൽ ചെന്നു, ഒരു CD ഷോപ്പിൽ. ഇപ്പോൾ ഒരു CD ഒരു സുഹൃത്ത് വാങ്ങാൻ പോവാണ്, നമ്മുടെ സുഹൃത്ത് വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവരോട് പറയാണ്, എടാ നീ അത് വാങ്ങേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഓൾറെഡി അത് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ എനിക്കത് നിനക്ക് തരാൻ സാധിക്കും. ഇങ്ങനൊരു സെൻറ്റൻസാണ് നമ്മളവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, ഇതൊക്കെ എപ്പോഴും റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. യു നീഡ്ന്റ് ബൈ ഇറ്റ്. നീ അത് വാങ്ങേണ്ട കാര്യമില്ല. യു നീഡ്ന്റ് ബൈ ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ബോട്ട് ഇറ്റ്. ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ യു നീഡ്ന്റ് ബൈ ഇറ്റ് എന്നും യു ഡോണ്ട് നീഡ് ടു ബൈ ഇറ്റ് ബിക്കോസ് ഐ ഹവ് ഓൾറെഡി ബോട്ട് ഇറ്റ്, അങ്ങനെയും നമുക്കത് പറയാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ ഈ 6 സെൻറ്റൻസുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാം, അതിൻ്റെ ഗ്രാമർ നോക്കാം. അതിനുശേഷം അത് നമുക്ക് ഉപയോഗിക്കുന്നതും കാണിച്ചു തരാം. ഷി നീഡ്ന്റ് ബൈ ഇറ്റ്. അവൾ വാങ്ങേണ്ട കാര്യമില്ല. ഇത് മോഡൽ വർക്ക്ഷോപ്പ് വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. ഷി ഡസൻറ്റ് നീഡ് ടു ബൈ ഇറ്റ്. ഇപ്പോൾ നമ്മളിവിടെ ഷീ എന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് വർക്ക്ഷോപ്പ് ഡസ് ആണ്. ഷി ഡസൻറ്റ് നീഡ് ടു ബൈ ഇറ്റ്. അവൾ വാങ്ങേണ്ട കാര്യമില്ല. വി നീഡ്ന്റ് ഗോ ദേർ. നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. വി നീഡ്ന്റ് ഗോ ദേർ. വി ഡോണ്ട് നീഡ് ടു ഗോ ദേർ. നമ്മളങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. വി എന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡു ആണ്. വി ഡോണ്ട് നീഡ് ടു ഗോ ദേർ. നമ്മളങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ഓപ്പൺ ദി വിൻഡോ. നീ ജനല തുറക്കേണ്ട കാര്യമില്ല. അത് മോഡൽ വർക്ക്ഷോപ്പ് ആണ്. ഇനി വെർബ് വെച്ചിട്ട് നമുക്ക് നോക്കാം. യു ഡോണ്ട് നീഡ് ടു ഓപ്പൺ ദി വിൻഡോ. നീ ജനല തുറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഡു വെച്ചു. യു എന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വെക്കേണ്ടത് ഡു എന്ന ഓക്സിലറി വെർബാണ്. ഇനി ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുമ്പ് സ്ഥാപനത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പറയട്ടെ. ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം, ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡിഡ്, വുഡ്, കുഡ്, ഹാവ്, ക്യാൻ, അങ്ങനെ പല ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 200ഓളം ടോപ്പിക്സുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുക്സ് നിങ്ങൾ നിർബന്ധമായും വാങ്ങണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ അതിന് മടി കാണിക്കരുത്. നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്സും നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൃത്യമായ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ, I can give her that magazine. She doesn't need to buy it. എനിക്ക് ആ മാഗസിൻ അവൾക്ക് കൊടുക്കാൻ സാധിക്കും. അവൾക്കത് വാങ്ങിക്കേണ്ട കാര്യമില്ല. അവൾക്ക് ആ മാഗസിൻ വാങ്ങിക്കേണ്ട കാര്യമില്ല. എനിക്കത് കൊടുക്കാൻ സാധിക്കും അവൾക്ക്. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ട സെൻറ്റൻസ് ആണിത്. I can give her that magazine. She doesn't need to buy it. നമുക്ക് അവിടെ പോകേണ്ട കാര്യമില്ല, കാരണം അവർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വി നീഡ്ന്റ് ഗോ ദേർ ബിക്കോസ് ദേ ആർ കമ്മിങ് ഹിയർ ടുമാറോ. നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. വി നീഡ്ന്റ് ഗോ ദേർ. അവിടെ നമുക്ക് വി ഡോണ്ട് നീഡ് ടു ഗോ ദേർ എന്നും പറയാൻ പറ്റും. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നീ ജനല തുറക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മൾ 5 മിനിറ്റിനുള്ളിൽ പുറമേക്ക് പോവാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ട സെൻറ്റൻസ്. യു ഡോണ്ട് നീഡ് ടു ഓപ്പൺ ദ വിൻഡോ because we are going out within 5 minutes. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ഉപകാരമുള്ള സെൻറ്റൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. 2 സെൻറ്റൻസുകളും അവയുടെ ഉപയോഗവും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, വീഡിയോ ഓൾറെഡി കണ്ടിട്ടുള്ളവർ സ്കിപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ 2 സ്പെഷ്യൽ ബുക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വെറും 550 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് വെറും
30 മണിക്കൂറിനുള്ളിൽ 70% ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ ബുക്കിനും നമുക്ക് വരുന്ന റേറ്റ് സെയിം ആണ്, 550 രൂപ. അതിനുവേണ്ടി സേവ് നമ്പറിലേക്ക് വിളിക്കാം. നമുക്ക് 2 സെന്റൻസുകളും കൂടി നോക്കാം. യു നീഡിൻ ഹെൽപ്പ് ദം. ഇത് മോഡൽ വർക്ക്ഷോപ്പാണ്. യു നീഡിൻ ഹെൽപ്പ് ദം. നീ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല. യു ഡോണ്ട് നീഡ് ടു ഹെൽപ്പ് ദം. യു നീഡിൻ ഡ്രൈവ് ദ കാർ. നീ കാർ ഓടിക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. യു ഡോണ്ട് നീഡ് ടു ഡ്രൈവ് ദ കാർ. ഇനി നമ്മൾ ഈ സെന്റൻസുകൾ ഒരു സംഭാഷണത്തിൽ ഉൾപ്പെടുത്താണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ സെന്റൻസുകൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. ഇപ്പം നമ്മൾ ഈ സെന്റൻസ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എ ബിയോട് പറയാണ്, നീ അവരെ സഹായിക്കേണ്ട കാര്യമില്ല, അവർക്കത് സ്വയം ചെയ്യാൻ പറ്റും. യു നീഡിൻ ഹെൽപ്പ് ദം, ദേ ക്യാൻ ഡു ഇറ്റ് ദംസെൽവ്സ്. നീ അവരെ സഹായിക്കേണ്ട കാര്യമില്ല, അവർക്കത് സ്വയം ചെയ്യാൻ സാധിക്കും. അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നീ നിന്റെ കാർ ഓടിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഡ്രൈവ് ചെയ്യും. അപ്പോൾ അവർ ആ സിറ്റുവേഷനിൽ പറയേണ്ട സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. യു നീഡിൻ ഡ്രൈവ് യുവർ കാർ, ഐ എൻജോയ് ഡ്രൈവിംഗ്, ഐ വിൽ ഡ്രൈവ്. ഇതുപോലെ നമുക്ക് ഓരോ സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകൾ പഠിച്ച് ഉപയോഗിച്ച് നമ്മുടെ ലാംഗ്വേജ് ക്വാളിറ്റി നമുക്ക് കൂട്ടണം. ഇപ്പോൾ കാംബ്രിഡ്ജിൻ്റെ ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ വാങ്ങണമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാൻ മറക്കരുത്. വാട്സപ്പ് മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളിത് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയി ലഭിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.